മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി രാജാക്കാട് മകന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ മുതിർന്ന CPM നേതാവ് മരിച്ചു. രാജാക്കാട് സ്വദേശി ആണ്ടവനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ മണികണ്ഠൻ റിമാൻഡിലാണ്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ് ആന്റണി, ഈ വാർത്ത നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയതായിരുന്നു. അദ്ദേഹം അന്നേരം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മകന്റെ മർദ്ദനത്തെ തുടർന്ന് CPM നേതാവ് ആണ്ടവൻ മരിച്ചിരിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, മകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മുതിർന്ന CPM നേതാവാണ് മരിച്ചിരിക്കുന്നത്. രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPIM രാജാക്കാട് മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന രാജകുമാരി ഗജനപ്പാറ സ്വദേശി ആണ്ടവറാണ് ഇന്ന് രാവിലെ 5:30 തമിഴ്നാട് മധുര മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത ആണ്ടവരുടെ മകൻ മണികണ്ഠനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാണ് കഴിഞ്ഞു വരുന്നത്. ഏതായാലും ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ 24-ന് രാത്രി 11:30 ഈ മദ്യലഹരിയിലെത്തിയ മണികണ്ഠൻ സ്വത്ത് തർക്കത്തെ തുടർന്ന് ആണ്ടവരെ കിടപ്പുമുറിയിൽ വെച്ച് കൈകൊണ്ടും ഈ പെഡസ്റ്റൽ ഫാൻ കൊണ്ടും മുഖത്തടിക്കുകയും കട്ടിലിൽ നിന്ന് വലിച്ചു താഴെയിട്ട് മുഖത്തും തലയിലും പലതവണ ചവിട്ടുകയും ചെയ്തത്. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബഹളം കേട്ടെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് ഈ മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പിറ്റേന്ന് ഈ ഗുരുതരമായതിനാൽ തന്നെ പിറ്റേന്ന് മധുര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സിക്കുകയാണ് ഇന്ന് രാവിലെയോടെ ഇദ്ദേഹം മരിക്കുന്നത്. ഏതായാലും രാജാക്കാട് പോലീസ് ആശുപത്രിയിലേക്ക് എത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രേണുക. ശരി, ബിനീഷ് ആന്റണി. ഇടുക്കി രാജാക്കാട് മകന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ മുതിർന്ന CPM നേതാവ് മരിച്ചു. രാജാക്കാട് സ്വദേശി ആണ്ടവനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ മണികണ്ഠൻ റിമാൻഡിലാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ബിനീഷ് ആന്റണിയാണ്.